ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ടെറസിലെ കൃഷിക്കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ റിവർട്ടോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനിന്ന് ടെറസിലെ എൻ്റെ കൃഷികൾക്ക് ഒരു വളപ്രയോഗം നടത്താനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ഇതാണ് ഞാൻ ഇലകളിൽ അടിച്ചു കൊടുക്കുന്നതും ചോട്ടിൽ കലക്കിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു വളമാണ്. NPK ലാണ് 19-19-19 എന്ന് പറഞ്ഞ ഒരു രാസവളമാണ്. അതൊന്ന് വെള്ളത്തിൽ കലക്കി ഒരു 5 ഗ്രാം 20 ലിറ്റർ വെള്ളത്തിലാണ് ഞാനത് കലക്കിയെടുത്തത്. അത് ഒരു സ്പ്രെയർ എടുത്ത് അതിലേക്ക് ഒഴിച്ച് എല്ലാത്തിനും ഒന്ന് അടിച്ചു കൊടുക്കണം. 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന സ്പെയറാണ് എടുത്തേക്കണത്. അത് കാരണം കുറേശ്ശെ ഒഴിച്ച് വേണം അതൊന്ന് അടിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാനതെല്ലാം എടുത്ത് അതിലേക്ക് ഒഴിച്ച് ഓരോ ചെടികൾക്കായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ക്യാമറയും എടുത്ത് സ്പ്രെയറും എടുത്ത് വേണം അടിക്കാനായിട്ട്, വീഡിയോ എടുക്കണം. അത് കാരണം ഒരു ക്ലിയർ ആകണില്ല ഫോട്ടോസൊക്കെ, നല്ല വീഡിയോസൊക്കെ. ഒന്ന് ക്ഷമിക്കണം നിങ്ങൾ. അങ്ങനെ പ്ലാവുകൾക്കും J33 പ്ലാവാണ്, അതിനും അവിടെ അടുത്തത് മാവിനും ഒക്കെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. വിയറ്റ്നാം എയർലിയാണ് ആകെ ഒന്ന് ശോഷിച്ചൊക്കെ നിൽക്കുന്നത്. ഇതൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ റെഡിയാകുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഇത് മൽഗോവ മാവാണ്. ഈ പ്രാവശ്യം ഒരു 3 മാങ്ങ തന്നിട്ടാ. വെള്ളം പൊട്ടിയൊക്കെ പോയി, എന്നാലും കുഴപ്പമില്ലാതെ ഒരുമാതിരി നല്ല മാങ്ങയായിരുന്നു ഞങ്ങൾ കഴിച്ചത്, ജ്യൂസ് ഉണ്ടാക്കി ഒക്കെ. ഇത് ബനാന സപ്പോട്ട. അങ്ങനെ എല്ലാത്തിനും ഞാൻ ഒഴിച്ച് അത് തളിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കോഴിയുടെ വീഡിയോ ഇടാറുണ്ട്, ടെറസ് കൃഷിയുടെ ഇടാറുണ്ട്, കുക്കിംഗ് വീഡിയോസ് ഇടാറുണ്ട്, പിന്നെ എൻ്റെ താഴത്തെ കൃഷി, പച്ചക്കറി കൃഷികളുടെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ചാമ്പയാണ്. ചാമ്പയുടെ ഇലയൊക്കെ അരിപ്പ പോലെ ആക്കി വെച്ചേക്കുന്ന ഒരു വണ്ട് വന്നിട്ട് ഞാൻ കുറേ മരുന്നൊക്കെ അടിച്ചു കൊടുത്താൽ വണ്ട് പോകുന്നില്ല. അങ്ങനെ ഗോവലിനും എല്ലാത്തിനുമൊക്കെ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഏലക്ക് എല്ലാത്തിനും ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് ബാലൻസ് വന്നു, അത് ഞാൻ ചുവട്ടിലൊക്കെ ഒഴിച്ച് കൊടുത്തു. ഇത് പ്രിയൂരി മാവ് ഞങ്ങൾക്ക് 2ാം തവണയും പൂത്ത്, പക്ഷേ അതിലൊരു കണ്ണിമാങ്ങ പോലും പിടിക്കുന്നില്ല. പൂ മൊത്തം അടന്നു പോയി, എന്താണെന്നറിയില്ല. പിന്നെ സപ്പോർട്ടിക്ക ഉണ്ട്. അങ്ങനെ എല്ലാം സപ്പോർട്ടിക്ക ഒക്കെ വിളവ് തന്നെ കേട്ടോ. ഇതാണ് അബിയുവാണ്. അബിയുവിൽ വന്നിട്ട് കേട് വന്നിട്ട് ഞാൻ പിന്നെ സോപ്പൊക്കെ അടിച്ചു കൊടുത്ത് ഇപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോപ്പ് ലൈനി അടിച്ചു കൊടുത്തു. അങ്ങനെ ഒരു കലാപ്പാടി മാവ്, കുളമ്പ് മാവ് എല്ലാം ഉണ്ട്. ഈ പ്രാവശ്യമാണ് പ്രിയൂരി അങ്ങനെ പൂത്തത്. 2 തവണയും പൂത്തെന്ന് മാത്രമേ ഉള്ളൂ, കായൊന്നും പിടിച്ചില്ല. അങ്ങനെ എല്ലാത്തിനും ഞാൻ അടിച്ചു കൊടുത്ത്. ഇത് ഞങ്ങളുടെ ബുഷ് ഓറഞ്ചാണ്, അതിൽ നിറച്ച് കായിട്ട് തരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സപ്പോർട്ടിക്കായ്ക്കും ഒക്കെ നന്നായിട്ട് ഇലകളിലൊക്കെ അടിച്ചു കൊടുത്ത്. അത് കഴിഞ്ഞ് അപ്പുറത്ത് കുളമ്പ് മാവുണ്ട്, കുളമ്പിനും അടിച്ചു കൊടുക്കണം. പിന്നെ വൈറ്റ് ലോങ്ങൻ, പിന്നെ മരമുന്തിരി, അങ്ങനെ പേര, അതുപോലെ ധൻസൂര്യ ഇനത്തിൽപ്പെട്ട പ്ലാവുണ്ട്,
അതിലും കുറേ ചക്കത്തിരികളൊക്കെ ഇട്ട് വരുന്നുണ്ട്. പക്ഷേ അത് ഇങ്ങനെ പിടിച്ച് ചക്കയാകണ തിരിയല്ല, നടന്നു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാനുള്ള തുടക്കത്തിലായി. ലൈറ്റൊക്കെ കുറഞ്ഞു തുടങ്ങി. അത് കാരണം ഞാൻ പെട്ടെന്ന് എല്ലാം അടിച്ചൊക്കെ തീർക്കാനായിട്ടുള്ള ഇതിലാണ്. അങ്ങനെ മരമുന്തിരിയിലൊക്കെ അടിച്ചു കൊടുത്ത് അവിടെ പേര ഇതിലൊക്കെ അടിച്ച് അങ്ങനെ ഈ വീഡിയോ ഇപ്പോൾ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. ലൈറ്റ് സൂര്യൻ അസ്തമിക്കാൻ പോണതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇനിയും വൈകരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ 2.5 വർഷത്തോളം 3 വർഷത്തോളമായി ചാനൽ തുടങ്ങിയിട്ടെങ്കിലും ഇടയ്ക്ക് ഒന്ന് ബ്രേക്കായി. പിന്നെ രണ്ടാമത് ഒക്കെ വീഡിയോ ഇടാതെ തുടങ്ങിയതാണ്. അപ്പോൾ ധൻസൂര്യൊക്കെ കൂടെ ഞാൻ അടിച്ചു കൊടുത്ത് അങ്ങനെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.